അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കമ്മിറ്റി ഭാരവാഹികളെ, ചില പ്രത്യേക സാഹചര്യം സന്ദർഭവും അനുസരിച്ച് ഇന്നലെ അവിടുന്ന് പോരേണ്ടി വന്നു. പിരിച്ചു വിട്ടതൊന്നല്ല, ഞാൻ തന്നെ കമ്മിറ്റിയുമായി സംസാരിച്ച് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നത് തന്നെയാണ്. എൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് ആരും അവിടെ അടി കൂടുകയോ ചെറിയ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നേരിട്ട് കണ്ട് യാത്ര പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല. കുട്ടികളോടാണെങ്കിലും രക്ഷിതാക്കളോടാണെങ്കിലും അതിൽ ക്ഷമ ചോദിക്കുകയാണ്. 2 കൊല്ലത്തോളമായി ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല സഹായം സഹകരണം, ഭക്ഷണം കൊണ്ടും മറ്റും സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചവരാണ്. എല്ലാം എനിക്കറിയാം. അതിനൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹകരിക്കുവാനും സഹായിക്കുവാനൊക്കെ സന്മനസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കണ്ടുമുട്ടാം. ഒഴിവിനനുസരിച്ചിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ വരണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തൊരു വേദനയുണ്ട്. എന്തായാലും രക്ഷിതാക്കൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ നൽകിയ സഹായങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആബിയാളുള്ള തന്നെടാ. മൂപ്പര് രാത്രി 10-11 പോണ കണ്ടിണ്. മൂപ്പരെ തല്ലൊന്നും അതേമാതിരി മൂപ്പരെ പിന്നെ പെൺകേസിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണി വരുത്തുക. അങ്ങനെ മൂപ്പര് പോണേ കണ്ടിണ്. മൂപ്പര് ചെയ്ത തെറ്റ് പറഞ്ഞാൽ മൂപ്പര് സമസ്തക്കാരനാണ്. അതായത് അവിടെ സ്ഥാനാർത്ഥി ഞാനും മൂപ്പരായിട്ട് അങ്ങനത്തെ ബന്ധമൊന്നുമില്ല. പിന്നെ 2 സ്ഥാനാർത്ഥി മത്സരിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാനും മത്സരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് ആരോണ്ടൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തിന് എന്നുള്ളത്. മൂപ്പര് അങ്ങനെ ചെയ്തനോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്തിന് ആരോണ്ടൊക്കെ വോട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ള ആരോപിച്ചാണ്ടാണ് മൂപ്പര് പറഞ്ഞത്. ചിലവർ പറയുന്നുണ്ട് എന്തോ മൂപ്പര് സ്റ്റാറ്റസ് വെച്ചിന് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എനിക്കറിയില്ല. ഏതായാലും മൂപ്പരെ പണി ഒരു കളഞ്ഞാണ്. ഒരു ഇന്നലെ രാത്രി 10-11 പോയിന്. എന്താ ഇപ്പം ചെയ്യുക? ഞാനിപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ചേണ്ടില്ല. ഇനി സത്യപ്രതിജ്ഞ 21-ാം തീയതിയാണ്. ഞാൻ തോറ്റ സ്ഥാനാർത്ഥി പോയാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാൻ റെഡിയാണ്. ഈ കോലത്തിലൊക്കെ പാവങ്ങളെ ഇടങ്ങാറാക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ഓല് ചെയ്തോട്ടെ. ഇതെത്താ നമുക്ക് ഒരു വാർഡ് മെമ്പർ പറഞ്ഞാൽ ഇത് ഇത്ര വലിയൊരു സംഭവമായിട്ട് ഓൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓല് ചെയ്തോട്ടെ. എനിക്കിത് വേണമെന്നില്ല. എല്ലാത്തൊരു കഥയിപ്പോൾ ഇത്.